തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പട്ടണത്തിൻ്റെ ദാഹമകറ്റുന്നതിനുള്ള കുടിവെള്ള സ്രോതസ്സായ ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്ന ശിരുവാണി കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും 20 കിലോമീറ്റർ മാറിയാണ് ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് നിന്നും കാഞ്ഞിരപ്പുഴ വഴി പാലക്കയം എന്ന ചെറിയ ടൗൺ പിന്നിട്ട് നമ്മൾ ശിരുവാണി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തുന്നു. ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും അവിടുത്തെ ഗൈഡിൻ്റെ കൂടി സഹായത്തോടു കൂടി നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളിലാണ് ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത്. അഗളി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട ഈ വനമേഖല കോയമ്പത്തൂർ പട്ടണത്തിൽ നിന്നും 37 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. മണ്ണാർക്കാട് നിന്നും 25 കിലോമീറ്ററും കാഞ്ഞിരപ്പുഴ നിന്നും 18 കിലോമീറ്ററും ദൂരെയാണ് ശിരുവാണി ഡാം. ഭവാനി നദിയുടെ കൈവഴിയായ ശിരുവാണി പുഴയ്ക്ക് കുറുകെയാണ് ശിരുവാണി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാന നഗരങ്ങളിലൊന്നായ കോയമ്പത്തൂർ പട്ടണത്തിലേക്കുള്ള കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാമിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഡാമിന് മുന്നിലെത്തിക്കഴിഞ്ഞു. ഡാമിൻ്റെ കവാടം കേരള തനിമയുള്ള ശില്പനിർമ്മാണ ചാതുരിയോടുകൂടി നിർമ്മിച്ചിട്ടുള്ളതാണ്. തൊട്ടടുത്തായി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാണുള്ളത്. ആറു വർഷങ്ങൾക്ക് ശേഷം 2018 അടച്ചിട്ട ശിരുവാണി ഡാമും ഡാമിലെ ചുറ്റും കാഴ്ചകളും കാണുന്നതിനുള്ള പ്രവേശനാനുമതി 8 വർഷമായി കഴിഞ്ഞ 6 വർഷമായി 2018 മുതൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ നവംബർ 1 വീണ്ടും ഇവിടത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടുള്ളത്. പ്രവേശനം നൽകി തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെ ഞങ്ങൾക്കിവിടെ സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭവാനി നദിയുടെ കൈവഴിയായ ശിരുവാണി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 57 മീറ്റർ ഉയരവും 220 മീറ്റർ നീളവുമുള്ള ഈ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് 2700 സ്ക്വയർ കിലോമീറ്ററാണ്. 1973 നിർമ്മാണം ആരംഭിച്ച് 1984 പൂർത്തിയായി. കോയമ്പത്തൂർ നഗരത്തിൻ്റെ ദാഹമകറ്റുക എന്ന പ്രധാന ലക്ഷ്യത്തിന് പുറമെ ടൂറിസം പ്രാധാന്യം കൂടി ഈ ഡാമിനുണ്ട്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഡാമും റിസർവോയറും കേരള ഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും വെള്ളം
കോയമ്പത്തൂരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ടൂറിസം പ്രാധാന്യമുള്ളതിനാൽ ധാരാളം സഞ്ചാരികൾ മനോഹരമായ പ്രകൃതി കാഴ്ചകൾ കാണുന്നതിനും ട്രെക്കിംഗ് ആസ്വദിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേരാറുണ്ട്. കഴിഞ്ഞ 6 വർഷമായി അടച്ചിട്ട് കിടക്കുന്നതിനാൽ റോഡുകളെല്ലാം തകർന്ന് ഓഫ് റോഡ് പരുവത്തിലാണുള്ളത്. പുതിയതായി അനുമതി ലഭിച്ചതിന് ശേഷം നിരവധിയായ യാത്രക്കാരും സഞ്ചാരികളുമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകൂട്ടി അനുമതി തേടി മാത്രമേ ഇവിടത്തേക്ക് പ്രവേശനമുള്ളൂ. ശിരുവാണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കാട്ടിലൂടെ ശിരുവാണി ഡാമും കടന്ന് നമ്മൾ കേരള മേടിലാണ് അവസാനിക്കുന്നത്. ശിരുവാണി ഡാമിൻ്റെ പടിഞ്ഞാറേ ഗേറ്റിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഡാമിനെ ചുറ്റി ഈ കാട്ടിലൂടെയുള്ള പാത ഡാമിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഗേറ്റിനടുത്തേക്ക് പ്രവേശിക്കുന്നു. ഈ പാലം കടന്നു വേണം നമുക്ക് അപ്പുറത്തേക്ക് പോവാൻ. പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇടതുവശത്തേക്ക് ഡാമിൽ നിന്ന് തുറന്നു വിട്ട വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള പുഴ നമുക്ക് കാണാൻ പറ്റും. ഡാം കടന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിർത്താൻ വാഹനം നിർത്തി ഞങ്ങൾ പിറകോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഡാമിൻ്റെ റിസർവോയറിൽ നിന്നും അതിൻ്റെ ചീപ്പ് തുറന്നു വിടുന്ന ഭാഗം നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. ഡാമിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗമാണിത്. ഈ ഒഴുകിപ്പോകുന്ന വെള്ളമാണ് പിന്നീട് കുടിവെള്ള ആവശ്യത്തിനായിട്ട് ഫിൽറ്ററിംഗ് പ്ലാന്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി കോയമ്പത്തൂരിലേക്ക് പോവുകയും ചെയ്യുന്നത്. അത് നമുക്ക് വഴിയെ കാണാം. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലേക്കും തന്നെ ഏറ്റവും ശുദ്ധമായ ജലമാണ് ഈ ശിരുവാണി ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത്. അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിനകത്ത് സംഭരിക്കപ്പെടുന്ന ജലമാണ് ഏഷ്യയിലേക്കും തന്നെ ഏറ്റവും ശുദ്ധമായതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഡാമിൽ നിന്നും ചെറുതായി തുറന്നു വിട്ട വെള്ളത്തിൻ്റെ ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ഏറ്റവും ശുദ്ധമായ തെളിനീർ ജലമാണ് ഒഴുകുന്നത്. ഡാമിൻ്റെ ഷട്ടറുള്ള ഭാഗമാണിത്. നമ്മൾ ഡാമിന് തൊട്ട് താഴെ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കാട്ടിലൂടെയുള്ള യാത്ര ഏറെ മനോഹരമാണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ മുന്നിൽ പോയിരുന്ന ഒരു വാഹനത്തിൻ്റെ ടയർ പഞ്ചറാവുകയും വാഹനം റോഡിൽ കിടക്കുകയും ചെയ്തപ്പോൾ പിറകെ വന്ന വാഹനങ്ങളൊക്കെ വഴിമുടക്കി അവിടെ നിൽക്കേണ്ടി വന്നു. ടൊയോട്ട ക്രിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഒരു വാഹനമാണ് അത്. അതിൻ്റെ ടയർ അഴിക്കുന്നതിന് പലർക്കും അറിയില്ലായിരുന്നു. അവസാനം ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ ടയർ അഴിക്കുകയും സ്റ്റെപ്പിന് ടയർ ഉപയോഗിച്ച് യാത്ര തുടരുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ മെല്ലെ അതിനരികിലൂടെ സൈഡ് മാറി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അവിടെ ഇറങ്ങിയപ്പോൾ മിക്കവാറും പലരുടെയും കാലിൽ അട്ട കടിക്കുകയുണ്ടായി. ആദ്യമായിട്ടുള്ള അനുഭവമാണ് പലർക്കും. പലരും ഭയപ്പാടോടെയാണ് അട്ടയുടെ കടിയെ കണ്ടത്.
ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്ക് മുന്നിലൂടെ വനപാതയിലൂടെ 2 പട്ടികൾ നേരെ മുന്നോട്ട് വരികയാണ്. ആദ്യം ഞങ്ങളത് കാട്ടുപട്ടികളാണെന്ന് ധരിച്ചത്, എന്നാൽ അവിടുത്തെ ആദിവാസികളുടെ പട്ടിയാണ്. നമ്മൾ ഡാമിൻ്റെ കിഴക്കേ പ്രവേശന കവാടത്തിലേക്ക് എത്തുകയാണ്. ഇത് ഈ പ്രവേശന കവാടം എന്ന് പറയുന്നത് തമിഴ്നാട് ശൈലിയിലുള്ള നിർമ്മാണ ഭംഗിയാണ് ഇതിനുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തുള്ളതിന് കേരള ശൈലിയിലുള്ള, കിഴക്ക് ഭാഗത്തേത് തമിഴ്നാട് ശൈലിയിലും. ഡാമിൻ്റെ കാഴ്ചയാണിത്. നേരത്തെ ആദ്യം കണ്ട പടിഞ്ഞാറ് ഭാഗത്തെ കവാടമാണത് അപ്പുറത്ത് കാണുന്നത്. 227 മീറ്ററാണ് ഈ ഡാമിൻ്റെ നീളം. 57 മീറ്ററോളം ഉയരവുമുണ്ട്. 2700 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെൻ്റ് ഏരിയ ആണ്. അത് ഭൂരിഭാഗവും കേരളത്തിൻ്റെ ഭൂ അതിർത്തിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന സമയത്ത് സമീപത്തായിട്ട് മറുഭാഗത്ത് മയിലുകളും ഞങ്ങളുടെ വാഹനത്തിൽ ഒച്ച കേട്ടപ്പോൾ ഇവ രണ്ടും മാറിപ്പോവുകയായിരുന്നു. വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളുള്ളത് തന്നെ കാട്ടുമൃഗങ്ങളെ കൂടുതലായിട്ടൊന്നും കാണാൻ ആദ്യ ട്രിപ്പ് പോകുന്നവർക്കാണ് റോഡരികിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുക. എന്നാൽ റോഡിൽ നിറയെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടായിരുന്നു. ആനയും പുലിയും കടുവയും കേഴമാനും കരടിയും കാട്ടുപട്ടിയും എന്നുവേണ്ട മിക്കവാറും നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന എല്ലാതരം വന്യമൃഗങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങളുടെ യാത്ര മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ഓഫ് റോഡ് പരുവത്തിലാണ്. എല്ലാവരും വലിയ വാഹനങ്ങളിലാണ് വന്നിരിക്കുന്നത്. റോഡിന് ഇരുവശത്തും കാണുന്ന ചെടികളൊക്കെ നമ്മുടെ പന്നൽ വർഗത്തിൽപ്പെട്ടതും കാട്ടുകൂവയുടെ വർഗത്തിൽപ്പെട്ടതുമായ ചെടികളാണ് ഈ ഫോറസ്റ്റിലെ അടിക്കാടുകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടുത്തെ ഉറവുകളിൽ നിന്നും ഒഴുകി പുഴകളിലേക്കെത്തുന്ന ജലത്തിന് ഏറ്റവും ശുദ്ധമായ ജലത്തിൻ്റെ ഗുണം ലഭിക്കുന്നത്. ഇത് ശിങ്കപ്പാറ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റാണ്. നമ്മുടെ വാഹനത്തിലുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ മാത്രമേ നമുക്ക് വാഹനത്തിൽ വരാൻ പറ്റുകയുള്ളൂ. ഇവിടെ നിന്ന് കാൽനടയായിട്ടുള്ള ട്രെക്കിംഗ് ആണ്. ഏകദേശം 1 കിലോമീറ്ററോളം കാൽനടയായി നമ്മൾ യാത്ര ചെയ്യണം. ശിങ്കപ്പാറ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റാണിത്. നമ്മുടെ വാഹനങ്ങൾ ഇവിടെ വെച്ച് തിരികെ പോകേണ്ടതാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയാണ്. ഈ ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ട്രെക്കിംഗ് ആരംഭിക്കുകയാണ്. ഇനിയുള്ള യാത്ര കേരള മേട് എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ മലനിരകളിലേക്കുള്ളതാണ്. ഏകദേശം റോഡിൽ നിന്നും നമ്മൾ 1 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഈ കാണുന്ന പൂക്കൾ ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന മനോഹരമായ പൂക്കളാണ്. ഒരു അഗ്നിനാളം പോലെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ കാട്ടിൽ തീ പടർന്നതുപോലെയുള്ള ഒരു അനുഭവം സമ്മാനിക്കുന്നതാണ് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ പൂക്കൾ. ഇവിടെ നിന്ന് നമ്മൾ ഒരു മിനിറ്റ് മറ്റ് പല കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഒരു വ്യത്യസ്തമായ പനവർഗത്തിൽപ്പെട്ട മരത്തിൻ്റെ നമ്മൾ കാട്ടിലെ കായ്കളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പനങ്കുലയാണ് കാണുന്നത്.
മനോഹരമായ പനങ്കുലയാണ്. മറ്റൊരു കാട്ടുവള്ളിയുടെ കായ്കളാണ്. വലിയ ഉണങ്ങിയ കായ്കൾ ഉണ്ടാവുന്ന ഒരു വള്ളിയാണത്. നമ്മൾ ഇനിയുള്ള യാത്ര നമ്മൾക്ക് മുന്നോട്ട് പോകുന്നത് കാൽനടയായിട്ടുള്ള യാത്രയാണ്. പലരുടെയും കാലുകളിൽ അട്ടകൾ കടിച്ചു തുടങ്ങി. പലരും അതിനുള്ള പ്രതിരോധ മാർഗമായിട്ടുള്ള ഉപ്പും അതുപോലെ ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ച് അട്ടയെ കളയുകയാണ്. ഇവിടെയും നമുക്ക് മനോഹരനായ ഒരു മയിലിനെ കാണാൻ പറ്റി. കാട്ടിനൊരു നിയമമുണ്ട്, നമ്മൾ സൗണ്ട് ആക്കണം. കുറച്ച് സമയം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് തന്നു. ആളുകളുടെ ആരവവും ഒച്ചയും ഒക്കെ കേട്ടപ്പോൾ അവനങ്ങ് പറന്നുപോയി. ഇനി കാൽനട യാത്രയാണ്. വഴുവഴുപ്പുള്ളൊരു മണ്ണാണ്. ഈ മണ്ണിലൊക്കെ തിളക്കമുള്ള ഒരു ലോഹത്തിൻ്റെ അംശം നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ വെള്ളി നിറത്തിലുള്ള ചെറിയ പൊടികൾ ഈ മണ്ണിൽ കാണാവുന്നതാണ്. ഏതോ ഒരു മിനറലിൻ്റെ അംശമാണ്. ഈ മിനറൽ വാട്ടറൊക്കെയാണ് നമ്മുടെ ഈ ജലത്തിൻ്റെ, ശിരുവാണി ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധിക്കുള്ള കാരണമെന്ന് തോന്നുന്നു. നടക്കുന്ന വഴിയിലൊക്കെ പാറ്റകൾ, തുമ്പികൾ, പലതരത്തിലുള്ള പൂക്കൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രെക്കിങ് നവ്യമായൊരു അനുഭവം സമ്മാനിക്കുന്നതാണ്. വിവിധങ്ങളായ പൂക്കളും പൂമ്പാറ്റകളും തുമ്പികളും അതുപോലെ വിവിധങ്ങളായ ചെടികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിൻ്റെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര ഏതൊരു സഞ്ചാരിയെയും പുതിയൊരു അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. ചെറിയ കയറ്റമാണെങ്കിലും ക്ഷീണമൊന്നും നമ്മൾ അറിയുന്നില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളാണ്. തെളിഞ്ഞ ആകാശവും മനോഹരമായ ഭൂപ്രകൃതിയും പൂമ്പാറ്റകളും പൂക്കളും തുമ്പികളും ഒക്കെ നൽകുന്ന സഞ്ചാര അനുഭവം ഏതൊരു യാത്രികനെയും അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. ദൂരെ കാണുന്നത് മുത്തിക്കുളം വെള്ളച്ചാട്ടമാണ്. ശിരുവാണി റിസർവോയറിൻ്റെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് മുത്തിക്കുളം വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കേരള മേടിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഒരു പുൽമേടാണിത്. ദൂരെ കാണുന്നത് തമിഴ്നാടിൻ്റെ അതിർത്തിക്കകത്തുള്ള മലനിരകളാണ്. ചോലക്കാടുകൾ നിറഞ്ഞ കേരളമേട് യാത്രികർക്ക് നല്ലൊരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. നടത്തം തുടരുകയാണ്. ഇതാണ് മുത്തിക്കുളം വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് ഏറ്റവും മനോഹരമായ ദൃശ്യഭംഗി സമ്മാനിക്കുന്നവയാണ്. തമിഴ്നാട് അതിർത്തിയാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട് അതിർത്തിക്കുള്ളിലെ മലനിരകളാണ് നമ്മൾ കാണുന്നത്. ഇത് റിസർവോയറിൻ്റെ ശിരുവാണി റിസർവോയറിൻ്റെ ദൂരക്കാഴ്ചയാണ്. യാത്രികർ കുന്നുകയറി വന്നുകൊണ്ടിരിക്കുന്നു. ശിരുവാണിയിലേക്കുള്ള ട്രെക്കിങ് പുനരാരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയ ദിവസമായിരുന്നു ഞങ്ങളും പോയിരുന്നത്. ഇത് കാണുന്നത്, ആ ലൈൻ പോലെ കാണുന്നത് കോയമ്പത്തൂരിലേക്കുള്ള കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണ്. മണ്ണിനടിയിലൂടെ പൈപ്പ് ലൈൻ
സ്ഥാപിച്ചതിന് ശേഷമാണ് അത് കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് എത്തുന്നത്. മുത്തിക്കുളം വെള്ളച്ചാട്ടം അതിമനോഹരമായ കാഴ്ചകൾ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന കേരളമേട് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിസർവോയറിൻ്റെ ദൂരക്കാഴ്ചയാണ്. ശിരുവാണി അണക്കെട്ടിൻ്റെ റിസർവോയറിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോലക്കാടുകളാണ്, പച്ചപ്പുൽമേടുകൾക്കിടയിലെ ചോലക്കാടുകൾ. ഈ ചോലക്കാടുകളിൽ നിന്നാണ് ഒരിക്കലും വറ്റാത്ത നീരുറവകൾ പുറപ്പെടുന്നത്. മുത്തിക്കുളം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ ദൂരെ കാണുന്നത്. പച്ചപ്പുൽമേടുകൾക്കിടയിലുള്ള ചോലക്കാടുകൾ നീരുറവകളുടെ ഉത്ഭവസ്ഥാനമാണ്. ആ രേഖ പോലെ കാണുന്നതാണ് പൈപ്പ് ലൈൻ പോകുന്ന ഭാഗം. കേരളമേട്ടിൽ നിന്ന് താഴോട്ടുള്ള ഭാഗം തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്. നമ്മൾ നിൽക്കുന്നത് കേരളമേട്ടിലാണ്. കാറ്റ് വീശുമ്പോൾ മനോഹരമായ കാഴ്ചകൾ. പുൽമേടുകളിൽ പുൽനാമ്പുകൾ തലയാട്ടിക്കൊണ്ട് കാറ്റിൻ്റെ കുളിർമ അനുഭവിച്ചുകൊണ്ട് സഞ്ചാരികൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് വിജേഷ് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അദ്ദേഹം ദിവസവേതന അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമിച്ച ഫോറസ്റ്റ് ഗൈഡ്. കാണുന്ന മലനിരകൾ വെള്ളിങ്കിരി മല എന്നറിയപ്പെടുന്ന മലനിരയാണത്. അതിൻ്റെ മുകളിൽ ഒരു പുരാതനമായ ശിവക്ഷേത്രമുണ്ടെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ദൂരെ കാണുന്ന ഗ്രൗണ്ട് പോലുള്ള ഭാഗത്താണ് കോയമ്പത്തൂരിലെ ഇഷ യോഗയുടെ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അത് സൂം ചെയ്താൽ നമുക്കൊരു കറുത്ത ഒരു പാട് പോലെ കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു പ്രതിമ ആയതിനാൽ തന്നെയാണ് നമുക്ക് ഏകദേശം 37 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കോയമ്പത്തൂരിലുള്ള ആ പ്രതിമ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടെ പൂജ ഒരു ദിവസം അനുവദിക്കും അല്ലേ? വെള്ളിങ്കിരി മലയാണ് ആ ദൂരെ കാണുന്നത്. തമിഴ്നാട് അതിർത്തിയിലാണ്. തമിഴ്നാട് ഭാഗത്തേക്കുള്ള, അതായത് കിഴക്ക് ഭാഗത്തേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ശിരുവാണി ഡാമിൽ നിന്നും മലയുടെ കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്ന വലിയ ഒരു രേഖയായിട്ട് ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. വെള്ളം ഡാമിലൂടെ കൊണ്ടുപോകുന്നു. ഫിൽറ്ററിംഗ് പ്ലാന്റ് ആണ് ഇവിടെ കാണുന്ന വെള്ളം. അത് തമിഴ്നാട്ടിൽ ഫിൽറ്റർ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം ഒന്നുകൂടി പ്രകൃതി തന്നെ നൽകുന്നത് ഏഷ്യയിലെ ഏറ്റവും ശുദ്ധമായ ജലമാണെങ്കിലും ഈ ഫിൽറ്ററിംഗ് പ്ലാന്റിൽ വെച്ച് ഒന്നുകൂടി അത് ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചതിന് ശേഷമാണ് പൈപ്പ് ലൈൻ ഇവിടെ നിന്നും ഈ കാണുന്നത് വഴിയിലൂടെ പൈപ്പ് ലൈൻ മണ്ണിനടിയിലൂടെ വലിച്ച
പൈപ്പ് ലൈനിലൂടെ കോയമ്പത്തൂർ നഗരത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും ഈ കുടിവെള്ളം എത്തുന്നത്. ദൂരെ കാണുന്ന ആ ഭാഗത്തൊരു പോലെ ഇഷ ശിവയോഗയുടെ ഇതാ കാണാൻ പറ്റുന്നത്. അത് സൂം ചെയ്ത് കാണുമ്പോൾ കാണുന്ന ആ പ്രതിമയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇഷ യോഗയുടെ ശിവപ്രതിമയാണ് കാണുന്നത്. കോയമ്പത്തൂർ പട്ടണത്തിലെ കാഴ്ചയാണ്. കേരളമേട്ടിൽ നിന്നും ഏകദേശം 37 കിലോമീറ്റർ ദൂരെയാണ് കോയമ്പത്തൂർ പട്ടണം. അവിടെയുള്ള സ്പോട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് നേരെ പിറകിലായിട്ട് കാണുന്ന വെള്ളിങ്കിരി മല, വെള്ളിങ്കിരി മലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ശിരുവാണി ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശിവരാത്രി ദിവസങ്ങളിൽ മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്നാണ് വെള്ളിങ്കിരി മല. നമ്മുടെ ഗൈഡ് ശ്രീ സതീഷ് നമ്മൾ നിൽക്കുന്ന ഈ ശിരുവാണി കേരളമേട് രമേശ് ആണ് നമുക്ക് ഈ വിവരങ്ങൾ തന്നത്. ശിരുവാണി ഡാമിലൂടെയുള്ള ട്രക്കിംഗ് ആണ് ഞങ്ങളിപ്പോൾ. കേരളമേടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ്, ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഈ കാണുന്നത് കേരളത്തിന്റെ ഭാഗമാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള തുറന്നു കൊടുത്ത വെള്ളിങ്കിരി മലയും താഴ്വരയിൽ ദൂരെ നൽകുന്ന കോയമ്പത്തൂർ പട്ടണവും സുന്ദരമായ കാഴ്ചകളും അനുഭൂതിയും പറഞ്ഞറിയിക്കുക വയ്യ. അതിന്റെ വാട്ടർ ഫിൽറ്ററിംഗ് ധാരാളം സഞ്ചാരികൾ ശിരുവാണിയുടെ ശുദ്ധ വായു ശ്വസിക്കാനും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിരുവാണി നഗരം ശിരുവാണി ഡാം കോയമ്പത്തൂർ നഗരത്തിൻ്റെ ദാഹമകറ്റുന്ന ഇവിടെ നിന്നുമാണ് ഈ കിലോമീറ്ററുകൾ കണക്ക് ദൂരെ പൈപ്പ് ലൈൻ ഇട്ട് കോയമ്പത്തൂർ ഏറ്റവും മഹനീയമായ എത്തിക്കുന്നത്. കർമ്മം നിർവഹിക്കുന്ന ഈ ഡാമും ഭൂമിയും മരങ്ങളും പ്രകൃതിയും എല്ലാം ചേർന്നുള്ള കാഴ്ചയും അത് തൊട്ടറിയാനുള്ള ഒരു അവസരവും ഏതൊരു സഞ്ചാരിയെയും ഏതൊരു പ്രകൃതി ആസ്വാദകനെയും സന്തോഷത്തിൻ്റെ മൂർധന്യതയിൽ എത്തിക്കുന്നതാണ്. ഏകദേശം 1 മണിക്കൂറോളം കേരളമേട്ടിൽ നിന്നും കാഴ്ചകൾ കണ്ട് സഞ്ചാരികൾ തിരികെ ഇറങ്ങുകയാണ്. ഇനി മലയിറങ്ങി വാഹനം പാർക്ക് ചെയ്തിടത്തേക്ക് എത്തിയതിന് ശേഷം വാഹനത്തിൽ കയറി തിരികെ ഫോറസ്റ്റ് സ്റ്റേഷനിലും തുടർന്ന് ഓരോരുത്തരും അവരവർ വന്ന നാടുകളിലേക്കും തിരികെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നും ഓർക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ യാത്രികർ തിരിച്ചു പോകുന്നത്. ഇത് ശിരുവാണി ഡാമിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടയാർ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുന്ന നിർമ്മിതിയാണ്. ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ പട്ടയാർ ബംഗ്ലാവ് ഇവിടെ ഒരു രാത്രി തങ്ങുക എന്നുള്ള ഒരു സുലഭമായ